അബൂജഹലിന്റെ വിശ്വാസം എന്താന്ന് പോലും ഇന്നത്തെ ആളുകൾക്ക് അറിയില്ല. അതിനേക്കാൾ മോശമാണ് നമ്മുടെ വിശ്വാസം എന്ന തിരിച്ചറിവ്. സഹോദരങ്ങളെ, ഇതൊരു തമാശയായ കാര്യമല്ല. ഇത് കക്ഷിത്വത്തിൻ്റെതായ ഒരു ജ്വരം മൂത്ത് പറയുന്ന കാര്യവുമല്ല. എന്തായിരുന്നു മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം? മഴ പെയ്യിപ്പിക്കുന്നത് ലാത്തയാണ് എന്നവർ വിശ്വസിച്ചോ? മനാത്തയാണ് എന്നവർ വിശ്വസിച്ചോ? ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ മഹാപ്രപഞ്ചം നിയന്ത്രിക്കുന്നത് ആരാണ്? അത് CM വലിയുള്ളയാണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം മതമാണോ? ഇസ്ലാമാണോ? ആത്മാർത്ഥമായി നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറയൂ. എങ്കിൽ അബൂജഹലിന് സംഭവിച്ച കുഴപ്പം എന്താണ്? ബദർ യുദ്ധത്തിൽ അബൂജഹൽ എന്തിനാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ വെട്ടേറ്റ് മരിക്കുന്നത്? അബൂജഹലിനോട് ചോദിക്കാൻ വേണ്ടി പറയുന്ന ഒരു ചോദ്യം ഖുർആനിലെ 10-ാം അധ്യായം 31-ാമത്തെ വചനം. ആ വചനം ശരിക്ക് പഠിക്കണം. പശുവാദിത്തമില്ലാതെ, വളച്ചുകെട്ടുകളില്ലാതെ ഒന്ന് പഠിച്ചു നോക്ക്. കുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി അമ്മൻ യംലികു സ്സംഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യത മിനൽ ഹയ്യ വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ് ഫഖുൽ ഫലാ തത്തഖൂൻ. ഈ ഖുർആനിക വചനത്തെ എങ്ങനെയാണ് സമസ്തക്കാർ കാണുന്നത്? EK വിഭാഗത്തിലും AP വിഭാഗത്തിലും പെട്ടവർ ഈ ഖുർആനിക വചനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അബൂജഹലിനോട്, അബൂലഹബിനോട്, വലീദ് ഇബ്നു മുഗീറയോട്, മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കൂ നബിയെ, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആരാണ്? ആരാണ് ഉപജീവനമിറക്കുന്നത്? ഇനി അതല്ല, കേൾവിയും കാഴ്ചയും നിങ്ങൾക്ക് നൽകുന്നത് ആരാണ്? ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ആരാണ് പുറപ്പെടുവിക്കുന്നത്? വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളുടെ നിയന്ത്രണാധികാരം ആർക്കാണ് എന്ന് അബൂജഹലിനോട് ചോദിച്ചാൽ വക്രതയില്ലാതെ, വളച്ചുകെട്ടില്ലാതെ അല്ലാഹു ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ്. എന്നാൽ ഇതേ ചോദ്യം കാന്തപുരത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നു CM വലിയുള്ളയാണ്. പറയൂ, ഈ വിശ്വാസം പിഴച്ചതല്ലേ? അല്ലെങ്കിൽ അബൂജഹലിന്റെ പിഴവെന്തായിരുന്നു? ഈ വിശ്വാസം പിഴച്ചതല്ലെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കുന്നത് CM വലിയുള്ളയാണ്, ലോകത്തെ നിയന്ത്രിക്കുന്നത് ലാത്തയാണ് എന്ന്, ഉസ്സയാണ് എന്ന്, മനാത്തയാണ് എന്ന്, ഇബ്രാഹിം നബിയാണെന്ന്, ഇസ്മായിൽ നബിയാണെന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലുമാണെന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അതിലൊക്കെ അല്ലാഹുവിന് മാത്രമേ കഴിയൂ, വേറെ ഒരാൾക്കും അതിൽ പങ്കുണ്ടെന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചില്ല. എന്നിട്ടും അവർ എങ്ങനെ മുശ്രിക്കായി? ഉത്തരം പറയണം. ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇനി ഉത്തരം പറയിപ്പിച്ചേ വിടൂ. അതാണ് നിന്റെ പ്രധാനമായ കാര്യം. എല്ലാ കവലകളിലും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ ക്ലിപ്പുകൾ ഇട്ടുകൊണ്ടേയിരിക്കും. അടുത്ത ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടോളൂ. മരണപ്പെട്ടുപോയ പലരെയും ശൈഖുന എഴുന്നേൽക്കാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടല്ലോ, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു. ആര്? CM വലിയുള്ളേ? മുഹമ്മദ് നബി ജീവിച്ചു എന്നല്ല, ഈസാ നബി ജീവിച്ചു എന്നല്ല, CM വലിയുള്ള. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യത മിനൽ ഹയ്യ്. മാത്രമല്ല, ഹയാത്തിനെയും മൗത്തിനെയും അവർ വിധേയപ്പെടുത്തുന്നില്ല എന്ന് അല്ലാഹു പറഞ്ഞു.
സൃഷ്ടികളിൽ ഒരാളും. ആ കാര്യമാണ് സൃഷ്ടികളിൽ ഒരാൾക്കും അല്ല വകവെച്ചു കൊടുക്കാത്തത്. CM വലിയുള്ളക്കുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് CM വലിയുള്ള ഇവരുടെ ചർച്ചയായത്? ആദം നബി ഇവരുടെ ചർച്ചയിൽ വരുന്നില്ല. നൂഹ് നബിക്ക് ഈ ഗുണം അവർ പറയുന്നില്ല. ലൂത്ത് അലൈഹി ഇസ്ലാമിനോ ഇബ്രാഹിം നബിക്കോ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനോ യാക്കൂബ് നബിക്കോ യൂസുഫ് നബിക്കോ ഈ കഴിവ് അവർ വകവെച്ചു കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് വകവെച്ചു കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പൈസ കിട്ടൂല. കേരളത്തിലെ കോഴിക്കോട്ടുകാരൻ CM വലിയുള്ളയെ പടച്ചോനാക്കിയാലേ മൊയ്ലിയന്മാരെ പോക്കറ്റ് നിറയൂ, മൊയ്ലിയന്മാരെ വയറ് വീർക്കൂ. വേറെ ഒന്നല്ല അതിന്റെ ഉത്തരം. എന്തുകൊണ്ട് CM വലിയുള്ള പടച്ചോനായി എന്ന് വെച്ചാൽ മിണുങ്ങാൻ, ഭക്ഷണം കഴിക്കാൻ, ഹറാമ് തിന്നാൻ വേറെ ഒരു മറുപടിയേനില്ല. അത് CM വലിയുള്ളതിനെ പറ്റി പറഞ്ഞാലേ കിട്ടും. സ്റ്റേറ്റ് മാറിയാൽ പോലും വരുമാനം അവിടെ പോവും. ഇവിടെ ഉള്ളവർക്ക് എങ്ങനെ കിട്ടുക? നിങ്ങളെ ചിന്തിക്ക്. എന്തിന് CM വലിയുള്ള? വേറെ എത്ര ഔലിയാക്കളുടെ ലോകത്ത്? സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ വിളിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള, ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് ഉറപ്പുള്ള അബൂബക്കർ സിദ്ദീഖിന് ഈ പോരിശ് എന്തേ ഇവര് പറയാത്ത? അബൂബക്കർ സിദ്ദീഖിന്റെ ഖബറിൽ ഉണ്ടിപ്പട്ടിയിൽ പൈസ വരില്ല, മിണുങ്ങാൻ കഴിയൂല. അത് തന്നെ, വേറെ വർത്താനല്ല, വേറെ കോംപ്രമൈസ് ഇല്ല, മിണുങ്ങാൻ കഴിയൂല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു മാത്തവൽക്കരിച്ചാലോ റസൂലുള്ളാഹിനെ മാത്തവൽക്കരിച്ചാലോ റസൂലുള്ള ഇങ്ങനെ CM വലിയുള്ളക്ക് പറയുന്ന എല്ലാ സ്ഥാനവും നബിക്ക് കൊടുക്കാത്ത എന്തുകൊണ്ടാ? കൊടുത്തിട്ട് കാര്യമല്ല, വരുമാനമല്ല. അതുകൊണ്ട് നബീനെ ഒലിക്കട്ട് ആവശ്യമില്ല. ഇപ്പൊ എല്ലാരും മൊയ്തീൻ ഷെയ്ഖിനെ വരെ വിട്ടു. കാരണം മൊയ്തീൻ ഷെയ്ഖ് ഇവിടെയല്ല ഖബറ്. അവിടേക്ക് മൊയ്ലിയന്മാർക്ക് എപ്പോഴും ഇട്ട് പോകാനും പറ്റൂല. അവിടുത്തെ വരുമാനത്തിന്റെ തോത് എപ്പോഴും ഇട്ട് കിട്ടൂല. കോഴിക്കോട്ടാകുമ്പോൾ എളുപ്പമാണ്, കാന്തപുരത്ത് നിന്ന് എളുപ്പമാണ്, കോട്ടക്കന്ന് എളുപ്പമാണ്, പകരേന്ന് എളുപ്പമാണ്. മുഹമ്മദ് നബീനെ പറ്റി പറഞ്ഞാലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞാലോ ഒന്നും കിട്ടൂല. പൊന്നാര സമസ്തക്കാരെ, ഇതല്ലാത്ത വേറൊന്നും ഈ കാര്യത്തിൽ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ ഒരു പക്ഷേ ഞാനല്ലാത്ത വേറൊരാൾക്ക് വരൂല്ല ഇവിടെ. മനസ്സിലായോ? ഈ കോലത്തിൽ നിങ്ങൾക്ക് തെളിച്ചു പറഞ്ഞു തരാൻ ഇത് എന്നോട് മനസ്സിലായിക്കോളെ. എന്താ പറയുന്നത്? അടുത്ത ക്ലിപ്പൂടി കേൾക്കി. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അള്ളാഹു പറഞ്ഞ കൂട്ടർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകളാകുന്നു. ഇവിടെ 2 കാര്യമാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നത് CM വലിയുള്ളയാണ്. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ. കാന്തപുരം എന്ന് ജീവിച്ചിരിപ്പുണ്ടല്ലോ, 5 മിനിറ്റിന്റെ മുമ്പിൽ ഇരിക്കാൻ ധൈര്യം ഉണ്ട് നിങ്ങൾ കൊണ്ടുവരി. ഒറ്റ ചോദ്യം. കാന്തപുരത്തിന്റെ CM വലിയുള്ളന്റെ ഹൃദയം CM വലിയുള്ളക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞോ? ഞങ്ങളൊരു തലച്ചോറുള്ളവരോട്, തലച്ചോറ് പെരിച്ചായി തിന്നാത്തവരോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നോക്കൂ, 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുണ്ട് നമ്മുടെ സൂര്യന്. എത്ര? 13.5 ലക്ഷം ഭൂമി. സെക്കൻഡിൽ 250 കിലോമീറ്റർ വേഗതയിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിലാണ് ഈ ഭൂമി സഞ്ചരിക്കുന്നത്. സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രമുണ്ട്. ആകാശഭൂമികളുടെ വലിപ്പത്രയെ നിങ്ങൾക്കറിയാലോ. ആ പ്രപഞ്ചം മുഴുവനും CM വലിയുള്ള നിയന്ത്രിക്കുന്ന ഒരു കൈപ്പിടിന്റെ വലിപ്പത്തിലെ ഹൃദയം നിയന്ത്രിക്കാൻ കഴിയാത്തോണ്ടല്ലേ മരിച്ചു പോയത്? തലച്ചോറ് കൊടുത്താൽ സമസ്തക്കാർ എങ്ങൾക്കും തലച്ചോറുണ്ടല്ലോ. സമസ്തയിൽ ജനിക്കുന്നതോടുകൂടി പെരിച്ചായി തലച്ചോറ് തിന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ആലോചിക്ക്, പടച്ചോൻ തന്ന കൽബ് കൊടുത്ത് ചിന്തിക്ക്. ഏത്? CM വലിയുള്ളന്റെ ഹൃദയം ആ മിടിപ്പ് അവസാനിച്ചുകൊണ്ടാണ് മരിക്കുക എന്ന് പറയാ. കയ്യിന്റെ പൾസ് അവസാനിച്ചുകൊണ്ടാണ് മരിക്കുക എന്ന് പറയാ. CM വലിയുള്ള ജീവിച്ചിരിപ്പുണ്ടോ? ഖബറിലാണോ? ആണ്. മണ്ണോട് മണ്ണ് ചേർന്നോ? ആണ്. സംശയമുണ്ടോ? ഇല്ല. ആ CM വലിയുള്ളക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞോ? എന്നിട്ട് പറയാണെന്ത്? ലോകം മുഴുവനും CM വലിയുള്ളയാണ് നിയന്ത്രിക്കുന്നത്. ലോകം മുഴുവനും നിയന്ത്രിച്ചിങ്ങനെ കിടക്കുകയാണ്. ലോകത്തൊരു ഫ്ലൈറ്റും കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ അത് CM വലിയുള്ള ഉറങ്ങുമ്പാണ്. പകരം അക്സനി പറയുന്നു. നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഷെയ്ഖുനായുടെ ആയലുകൾ ഷെയ്ഖുന കറക്റ്റ് ശരീഅത്തിനനുസരിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹളറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്. ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാൻ ഒന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖുന പറഞ്ഞ വാർത്ത. ഷെയ്ഖുന ഒന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും.
ഒരു കൺകെട്ട് വിദ്യയും ഒരു മാരണവും ഒരു കുട്ടിച്ചാത്തന്റെ സേവയും ഖുതുബുൽ ആലം ശൈഖുനാന്റെ ഹളറത്തിൽ വില പോവില്ല. അവര് ഐനുൻ നൂറാണ്, അവര് ഒറിജിനൽ നൂറ് നേടിയ മഹാനരാണ്, അവര് സുൽത്താനുൽ ഔലിയാണ്, അവര് ഖുതുബുൽ ആലമാണ്. ഞാൻ അറിയാതെ ഒരു ഇല പോലും മനങ്ങുന്നില്ല. ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും അപ്പപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ ശൈഖുന നിരീക്ഷിക്കുകയാണ്. ഞാൻ അല്പം കണ്ണടച്ചു പോയാൽ വാനലോകത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമെന്ന് ഖുതുബുൽ ആലം ശൈഖുന മടവൂർ. അതായത് ഈ മൊയ്ലിയാര്, ഈ പ്രസംഗിച്ച മൊയ്ലിയാര് CM വലിയുള്ളതിനെ പറ്റി മാത്രമേ പ്രസംഗിക്കാറുള്ളൂ. അള്ളാഹിനെ പറ്റി ജീവിതത്തിലും പ്രസംഗിച്ചിട്ടില്ല. രണ്ട് ചുണ്ടുകടക്കിടയിൽ പടച്ചോനൊരു നാവ് കൊടുത്ത് അതിനൊരു നന്ദി ഉണ്ടാവൂലേ? ഒരു ഏറ്റവും പിഴച്ചോന് പോലും ഒരു നന്ദി പടച്ചോനോട് ഉണ്ടാവില്ലേ? നിങ്ങൾ ചിന്തിക്ക്, പടച്ചോനെ പറ്റി ഒരു 5 മിനിറ്റ് ഇപ്പം പ്രസംഗിച്ചിട്ടുണ്ടോ ചങ്ങായി? ഇപ്പൊ പ്രസംഗിച്ചേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്താ പറയണേ? ലോകം മുഴുവനും നിയന്ത്രിച്ച് ആര്? ഈ ചോദ്യം ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് CM വലിയുള്ളയാണോ? ഇനി നിങ്ങൾ ആലോചിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോ അബൂജഹലിനോട് അബൂലഹബിനോട് അള്ളാന്റെ റസൂലിനോട് ചോദിക്കാൻ പറയാണ്, ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? ലാത്തയാണോ, മനാത്തയാണോ, ഉസ്സയാണോ, വദ്ദാണോ, സുവാ ആണോ, യഹൂസാണോ, യഹൂക്കാണോ, നസ്റാണോ, ആരാണ് എന്ന് അബൂജഹലിനോട് ചോദിക്കാൻ പറയാ. അപ്പൊ അബൂജഹൽ പറയുന്നറിയോ? വമൻ യുദബ്ബിറുൽ അംറ, ലോകത്തിന്റെ നിയന്ത്രണാധികാരം ആർക്കാണ്? എന്നാ അവരെന്താ പറയണ്ടേ? ഇബ്രാഹിം നബിക്കാണ്, ഉസൈർ നബിക്കാണ്, മറിയം ബീവിക്കാണ്, ലാത്തക്കാണ്, ഉസ്സക്ക. അവരെന്താ പറയുന്നത്? നിഷ്കളങ്കമായിട്ട് അവർക്കാർക്കും അതിൽ പങ്കില്ല. അള്ളാഹ്ക്കാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ് മനസ്സിലായോ? മൊയ്ലിയാരെക്കാൾ ഈമാനുള്ള ആർക്കാണ്? അബൂജഹലിനാണ്. ഇത് അതായത് ഈ പ്രസംഗം നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലെങ്കിൽ, ഈ പ്രസംഗം കേട്ടിട്ടും ഒരുത്തൻ സമസ്തയായിട്ട് തുടരുകയാണെങ്കിൽ, മോനെ എനിക്ക് ഹിദായത്ത് തരാൻ പടച്ചോൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അത്രേ അതിനെ പറ്റി എനിക്ക് പറയാൻ കഴിയും. അതായത് ഏറെ LKG പഠിക്കുന്ന കുട്ടിയില്ലേ, മുലപ്പാലിന്റെ മണം മാറാത്ത, ഓന് തിരിയും മോനേത്? അബൂജഹലിനോട് ചോദിക്കുകയാണ്, ആരാ ലോകം നിയന്ത്രിക്കുക വെച്ചാൽ CM വലിയുല്ല എന്ന് പറയില്ല. അത്ര കുഫർ അബൂജഹലിന് പോലും ഇല്ല, അബൂലഹബിനില്ല. മനസ്സിലാക്കി എവിടെയുള്ളത്? ലോകം മുഴുവൻ നിയന്ത്രിക്കുക മാത്രമല്ല, സൂറത്ത് അൻആം ഇപ്പൊ എടുത്തു നോക്കിക്കോ, 6-ാം അധ്യായം 6-ാമത്തെ അധ്യായം 59-ാമത്തെ വചനത്തിൽ റസൂൽ ഓതി കൊടുക്കുകയാണ്, ലോകത്തൊരു ഇല അനങ്ങുന്നില്ല, ഒരു ഇല ഇളകുന്നില്ല, ഒരു ഇല വീഴുന്നില്ല അല്ലാഹ് അറിയാതെ. ഇപ്പൊ പറയണതോ, ഒരില ലോകത്തെവിടെ എന്തൊക്കെ നടക്കുന്നോ അത് CM വലിയുള്ള കാണുന്നു. ഇനി നിങ്ങൾ ഇതേ കാര്യം അള്ളാഹുവിലേക്ക് എങ്ങനെ പറയും? ലോകത്ത് നടക്കുന്ന ഒക്കെ അല്ലാഹ് അറിയുന്നു, ലോകത്ത് നടക്കുന്ന ഒക്കെ CM വലിയുള്ള അറിയുന്നു. അപ്പൊ രണ്ടല്ലുണ്ടോ? രണ്ടല്ലുണ്ടോ? സമസ്തക്കാർക്ക് രണ്ടല്ലല്ലുള്ളത്, കോടിക്കണക്കിന് അള്ളമാരുണ്ട് സമസ്തയിലെ മൊയ്ലിയന്മാർ, എല്ലാവർക്കും അല്ല. അതിനുള്ളിൽ ഭയങ്കരമായിട്ട് ഈ ശിർക്കിനെതിരെ ശബ്ദിക്കുന്നവരുണ്ട്. ഓക്കെ, ഉസ്താദിന്റെ ഒക്കെ മക്കൾ ആ കൂട്ടത്തിൽ പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏത് രണ്ടല്ലല്ലോ, നമുക്ക് ഒറ്റ അല്ലല്ലേ ഉള്ളൂ, ഏകദൈവ വിശ്വാസമല്ലേ നമ്മുടേത്. CM വലി ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൊയ്തീൻ ഷെയ്ഖിന്റെ കാറ്റ് പോയി, മൊയ്തീൻ ഷെയ്ഖ് ഇങ്ങനെ മങ്ങി പോവുക. അതിന് കാരണം ഞാൻ കണ്ടു, എനിക്ക് മനസ്സിലായി. മൊയ്ലിയാർ പറഞ്ഞു, വെറുതെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ സമയം മെനക്കെടുന്ന CM വലിയുള്ളാവുമ്പോൾ അതിന്റെ വരുമാനവും. ഇപ്പൊ ഏറ്റവും ആളുകൾ ടൂർ പോകുന്നത് CM വലിയുള്ളതിന്റെ അടുത്തേക്കാ. ഞാൻ കഴിഞ്ഞ ആഴ്ച പോകുമ്പോൾ CM വലിയുള്ളതിന്റെ അവിടെ നേർച്ച നടക്കുകയാണ്, ഭയങ്കര ജനം. അവിടെ ഒരുപാട് സമയം എനിക്ക് ബ്ലോക്ക് കിടക്കേണ്ടി വന്നു. അപ്പൊ അവിടെ സ്ത്രീകളൊക്കെ തിക്കി തിരക്കി. ഞാൻ പറഞ്ഞു, എന്തൊരു തിരക്കാണ് നരകത്തിലേക്ക്. അത് അല്ലാഹ് പറയുന്നുണ്ട്, നരകത്തിലെത്താനുള്ള ഒരു ക്ഷമ നോക്ക് ദർഗന്റെ മുമ്പിൽ. അല്ലാഹ് ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞ, ദർഗന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവരെ പറ്റി അല്ലാഹ് പറയാ, അവർക്ക് നരകത്തിലേക്ക് പോകാൻ എന്തോ ഒരു ക്ഷമയാണ്. വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് അള്ളാന്റെ ഖുർആൻ. അള്ളാന്റെ ഖുർആനിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം, 10-ാം അധ്യായം 31-ാമത്തെ വചനം സുന്നി പരിഭാഷ നിങ്ങൾ വായിക്കാം, സമസ്തയുടെ പരിഭാഷയെന്ന്. വമൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളുടെ നിയന്ത്രണാധികാരം ആർക്കാ? മൊയ്ലിയാർ പറയുന്നത് CM വലിയുള്ളക്കാണ്. പകരക്കാരൻ മുഹമ്മദ് ഹസനി എന്ന ഏറ്റവും വലിയ ധിക്കാരി, അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചവൻ പറയുന്നു അത് CM വലിയുള്ളയാണ്. അബൂജഹൽ പറയുന്നു, ഇല്ല, അത് അല്ലാത്ത വേറൊരാൾക്കും പങ്കില്ല, അല്ലാഹ് മാത്രമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രണാധികാരത്തിൽ അല്ലാഹ് ഒരാൾക്കും പങ്കു ചേർക്കാൻ അവസരം കൊടുത്തിട്ടില്ല. അപ്പൊ അബൂജഹലിനാണോ ഈമാൻ കൂടുതൽ, അബൂബക്കറിനാണോ ഈമാൻ കൂടുതൽ? ആലോചിച്ചോ, കേരളത്തിൽ അബൂബക്കറിനാണോ ഈമാൻ കൂടുതൽ, അബൂജഹലിനാണോ? ഇനി എങ്ങനെ അബൂജഹൽ അല്ലാഹ് ഈ പരലോകത്ത് വന്നാൽ
അബൂജഹലിനേക്കാൾ കൂടുതൽ ശിക്ഷിക്ക് വരിക. ഒരു സംശയമുണ്ട് നിങ്ങൾക്ക്, അള്ളാഹു നീതിമാനാണ്, മനസ്സിലായിക്കോളെ. അള്ളാഹുലേക്ക് കുറെ കൂടെ അള്ളാഹിനെ മനസ്സിലാക്കിയവർ മക്കയിലെ മുശ്രിക്കുകളായിരുന്നു കേരളത്തിലെ മുസ്ലിമീങ്ങളെക്കാൾ. എത്ര വേദനാജനകമാണെന്നറിയോ? അടുത്ത ക്ലിപ്പ് കേട്ടോളി. പാപികളായ ആഖിറുസ്സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ആലോചിക്കുക, മടവൂർ അല്ലയാണോ? സമസ്തയിലെ ഒരു പറ്റം പണ്ഡിതന്മാരുടെ അല്ലാഹു നമ്മുടെ അല്ലയല്ല, മുഹമ്മദ് നബി പഠിപ്പിച്ച അല്ലയല്ല, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലയല്ല. ഒരു പുതിയ അല്ല, വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അല്ല, അത് CM വലിയുള്ള. ദുനിയാവിൽ നമുക്ക് എന്ത് നൽകുന്നോ CM വലിയുള്ള. എത്ര വലിയ കുഫർ, എത്ര വലിയ ശിർക്ക്. ഇനി രണ്ട് ഖുർആനിക വചനം ഞാൻ പറയാം. ഒന്ന് സൂറത്ത് ബഖറ 201, 202, 203. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും നീ ഞങ്ങൾക്ക് നല്ലത് തരണം, ആഖിറത്തിലും നീ നല്ലത് തരണം. അപ്പൊ ആരാ ആഖിറത്തിലും ദുനിയാവിലും തരുന്നത്? അള്ളയാണ്. അദ്ദേഹം പറയുന്നതോ CM വലിയുള്ളയാണ്. ഒന്ന്. ഇനി യൂസുഫ് നബി, അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബീനെ പറ്റി പറയുന്നത് എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബീനെ പറ്റി പറയുന്നത് ഖുർആനിലെ 21-ാം അധ്യായം സൂറത്ത് അംബിയായിലെ 73-ൽ, ഞാൻ തെരഞ്ഞെടുത്ത മഹാനുഭാവനാണ് യൂസുഫ്. ആ യൂസുഫ് നബിയെ നിങ്ങൾ പിൻപറ്റിക്കോളി. യൂസുഫ് നബി എന്താ പറഞ്ഞത്? 21-ാം അധ്യായം 73 പറഞ്ഞ്. യൂസുഫ് നബി 12-ാം അധ്യായം 101, മക്കളെ ചെറുപ്പക്കാരെ, SKSSF കുട്ടികളെ, നിങ്ങളെ ഉസ്താദുമാര് നിങ്ങളെ വഞ്ചകന്മാരാണ്, നരകത്തിലേക്ക് നിങ്ങൾ നയിക്കുന്നത്. ഒരു സംശയം എനിക്കില്ല. വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത് വതദൂനനി ഇലൻ നാർ. 40-ാം അധ്യായം 41-ാമത്തെ വചന. ഞങ്ങൾ നിങ്ങളെ നജാത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, അവരാകട്ടെ നിങ്ങൾ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. ഒരു സംശയമുണ്ടെങ്കിൽ എന്താ ഇവിടെ പറഞ്ഞേ? ആ ക്ലിപ്പ് ഒന്നുകൂടി കേൾക്ക്, എന്നിട്ട് പറയാം അടുത്തായത്. പാപികളായ ആഖിറുസ്സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പറയൂ, ഈ സിഫത്തല്ലേ അല്ലാഹുവിലേക്ക് എല്ലാ നിയമത്തും തരുന്ന അല്ലാഹ്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. എന്റെ അനുഗ്രഹം അല്ലേ? ആലോചിച്ചു നോക്കൂ, ഖുർആന്റെ 5-ാം അധ്യായം 3-ാമത്തെ വചനം. എല്ലാ ഖൈറും, എല്ലാ നന്മയും. പിന്നെ മൂപ്പര് പറയുന്നുണ്ട് ദുനിയാവിലെ ചപ്പ് ചണ്ടികളായ നമുക്ക്. അത് ശരിയാ, മൂപ്പര് ചപ്പ് ചണ്ടിയാ. ചപ്പ് ചണ്ടി എന്ന് പറഞ്ഞാൽ അതും നല്ലത് ചെയ്യല, ഇത് തുടക്കം തന്നെ ചീഞ്ഞിട്ടാ. ഈ ചണ്ടിയാന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടായാ മതി. മൊയ്ലിയാരോടാട്ടോ പറയണത്, ജനങ്ങളോടല്ല. ഓൻ ചണ്ടി തന്നെയാ, ഒരു സംശയമുണ്ട് നിങ്ങൾക്ക്. ഇനി അടുത്ത ഖുർആനിക വചനം കേട്ടോ, എന്താ പറഞ്ഞത്? ദുനിയാവിലെ ആഖിറത്തില് ഖൈർ തരുന്ന അദ്ദേഹമാണ്, CM വലിയുള്ളതാണ്, വേറെ ആരും അല്ല. ഇതിന്റെ പേരാണ് പച്ച ശിർക്ക്. ഇത് ചെയ്തോനാണ് നരകം, ഓന് സ്വർഗം കിട്ടൂല. അതുകൊണ്ട് നിസ്കാരം വെറുതെ ഒന്നെടുത്ത് ആ വെള്ളം പോക്കണ്ട. ഈ വിശ്വാസമായിട്ട്, ഈ വിശ്വാസം, അതായത് ഈ മൊയ്ലിയാരെ വിശ്വാസമാണ് CM വലിയുള്ളതിനെ കുറിച്ച് എങ്കിൽ ആ ഹറമ് പോയി തിരക്കുണ്ടാക്കണ്ട. വെറുതെ അവിടെ പോയിട്ട് വെറുതെ തിക്കും തിരക്കുണ്ടാക്കി വെറുതെ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കണ്ട. വെറുതെ തെക്കെടുക്ക് നടന്നോളി.